ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവവചനം സംഖ്യയുടെ പുസ്തകത്തിനുള്ള വായന 26-ാം അധ്യായം 1 മുതൽ 65 വരെയുള്ള വാക്യങ്ങൾ. രണ്ടാമത്തെ ജനസംഖ്യ. മഹാമാരി നിലച്ചതിനു ശേഷം കർത്താവ് മോശയോടും പുരോഹിതനായ അഹരോൻ്റെ പുത്രൻ എലയാസറിനോടും അരുളി ചെയ്തു. ഇസ്രായേൽ സമൂഹത്തിൻ്റെ 20-ഉം അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ള സകലരുടെയും കണക്ക് ഗോത്രം ഗോത്രമായി എടുക്കുക. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേലിൽ 20-ഉം അതിനുമേലും വയസ്സുള്ളവരെ ജെറിക്കോയുടെ എതിർവശത്ത് ജോർദാനരികെയുള്ള മോവാബ് സമതലത്തിൽ മോശയും പുരോഹിതനായ എലയാസറും കണക്കെടുക്കുന്നതിന് ഒരുമിച്ച് കൂട്ടി. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനം ഇവരാണ്. ഇസ്രായേലിൻ്റെ ആദ്യജാതനായ റൂബൻ്റെ പുത്രന്മാരായ ഹനോക്ക്, ഫലു, ഹെസ്രോൻ, കർമ്മി എന്നിവരുടെ കുലങ്ങൾ. ഇവയുൾപ്പെട്ട റൂബൻ ഗോത്രത്തിൽ 43,730 ആളുകൾ. ഫലുവിൻ്റെ പുത്രൻ ഏലിയാബിൻ്റെ പുത്രന്മാർ നെമുവേൽ, ദാഥാൻ, അബിറാം, കോറഹും സംഘവും. കർത്താവിനെതിരായി കലഹിച്ചപ്പോൾ കോരഹിനോട് ചേർന്ന് മോശയ്ക്കും അഹ്റോനും എതിരായി മത്സരിച്ച സമൂഹത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ദാഥാനും അബിറാമും ഇവർ തന്നെ. ഭൂമി വാപ്പിളർന്ന് കോരഹിനോടൊപ്പം അവരെ വിഴുങ്ങുകയും അഗ്നി 250 പേരെ ദഹിപ്പിക്കുകയും ചെയ്തപ്പോൾ ആ സംഘം മരിച്ച് ഒരടയാളമായി തീർന്നു. എന്നിട്ടും കോരഹിൻ്റെ പുത്രന്മാർ മരിച്ചില്ല. ശിമിയോൻ ഗോത്രത്തിൽ നെമുവേൽ, യാഖിൻ, യാമിൻ, സേരഹ്, ഷാവൂൽ എന്നിവരുടെ കുലങ്ങൾ. ഈ കുലങ്ങൾ ഉൾപ്പെട്ട ശിമിയോൻ ഗോത്രത്തിൽ 26,200 ആളുകൾ. ഗാദ് ഗോത്രത്തിൽ സെഫോൻ, ഹഗ്ഗി, ഷൂനി, ഓസ്നി, ഏരി, അരോദ്, അരേലി എന്നിവരുടെ കുലങ്ങൾ. ഇവയുൾപ്പെട്ട ഗാദ് ഗോത്രത്തിൽ 40,500 ആളുകൾ. യൂദായുടെ പുത്രന്മാർ ഏരും ഓനാനും കാനാൻ ദേശത്ത് വച്ച് മരിച്ചു. യൂദാ ഗോത്രത്തിൽ ഷെലഹ്, പെരേസ്, സേരഹ് എന്നിവരുടെ കുലങ്ങൾ. പെരേസിൻ്റെ കുലത്തിൽ ഹെസ്രോൻ, ഹാമൂൽ എന്നിവരുടെ കുടുംബങ്ങൾ. ഇവയുൾപ്പെടുന്ന യൂദാ ഗോത്രത്തിൽ 76,500 ആളുകൾ. ഇസാക്കർ ഗോത്രത്തിൽ തോല, പുവാഹ്, യാഷൂബ്, ഷിമ്രോൻ എന്നിവരുടെ കുലങ്ങൾ. ഇവയുൾപ്പെട്ട ഇസാക്കർ ഗോത്രത്തിൽ 64,300 ആളുകൾ. സെബുലൂൻ ഗോത്രത്തിൽ സേരേദ്, ഏലോൻ, യാഹ്ലേൽ എന്നിവരുടെ കുലങ്ങൾ. ഇവയുൾപ്പെട്ട സെബുലൂൻ ഗോത്രത്തിൽ 64,500 ആളുകൾ. ജോസഫിൻ്റെ പുത്രന്മാർ മനാസയും എഫ്രായിമും. മനാസയുടെ പുത്രൻ മാഖിർ ഗിലെയാദിൻ്റെ പിതാവായിരുന്നു. ഗിലെയാദിൽ നിന്ന് യേസെർ, ഹെലെക്, അസ്രിയേൽ, ഷെക്കേം, ഷെമീദ, ഹെഫേർ എന്നിവരുടെ കുടുംബങ്ങൾ. ഹെഫേറിൻ്റെ മകനായ സെലോഫഹാദിന് പുത്രന്മാരില്ലായിരുന്നു. മഹ്ല, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നീ പുത്രിമാരാണ് ഇവർ ഉണ്ടായിരുന്നത്. മനാസെ ഗോത്രത്തിൽ 56,700 ആളുകൾ. എഫ്രൈം ഗോത്രത്തിൽ ഷുത്തെലാഹ്, ബെക്കർ, താഹാൻ എന്നിവരുടെ കുലങ്ങൾ. ഷുത്താലാഹിൻ്റെ മകനാണ് ഏരാൻ. ഇവയുൾപ്പെട്ട എഫ്രൈം ഗോത്രത്തിൽ 36,500 ആളുകൾ. ഇവ രണ്ടും ജോസഫിൻ്റെ പുത്രന്മാരുടെ ഗോത്രങ്ങളാണ്. ബഞ്ചമിൻ ഗോത്രത്തിൽ ബേല, അഷ്ബേൽ, അഹിറാം, ഷെഫുഫാം, ഹൂഫാം എന്നിവരുടെ കുലങ്ങൾ. ബേലായുടെ കുലത്തിൽ അർദ്, നാമാൻ എന്നിവരുടെ കുടുംബങ്ങൾ. ഇവയുൾപ്പെട്ട ബഞ്ചമിൻ ഗോത്രത്തിൽ 45,600 ആളുകൾ. ദാൻ ഗോത്രത്തിൽ ഹൂഷാമിൻ്റെ കുലം. ദാൻ ഗോത്രത്തിൽ 64,400 ആളുകൾ. ആഷർ ഗോത്രത്തിൽ ഇംന, ഇഷ്വി, ബരിയ എന്നിവരുടെ കുലങ്ങൾ.
ബരിയായുടെ കൊല്ലത്തിൽ ഹേബർ, മൽക്കിയേൽ എന്നിവരുടെ കുടുംബങ്ങൾ. ആഷേറിന് സേര എന്നൊരു പുത്രിയുണ്ടായിരുന്നു. ആഷേർ ഗോത്രത്തിൽ 53,400 ആളുകൾ. നഫ്താലി ഗോത്രത്തിൽ യഹ്സേൽ, ഗൂനി, യേസേർ, ഷിംലെ എന്നിവരുടെ കുലങ്ങൾ. ഇവയുൾപ്പെട്ട നഫ്താലി ഗോത്രത്തിൽ 45,400 ആളുകൾ. അങ്ങനെ ഇസ്രായേൽ ജനം ആകെ 6,01,730 പേർ ഉണ്ടായിരുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, എണ്ണമനുസരിച്ച് ഇവർക്ക് ദേശം ഭാഗിച്ചു കൊടുക്കണം. വലിയ ഗോത്രത്തിനും കൂടുതലും, ചെറിയ ഗോത്രത്തിനു കുറവും. അങ്ങനെ എണ്ണമനുസരിച്ച് ഓരോ ഗോത്രത്തിനും അവകാശം നൽകണം. നറുക്കിട്ടു വേണം ദേശം വിഭജിക്കാൻ. താന്താങ്ങളുടെ പിതൃഗോത്രത്തിൻ്റെ പേരിലായിരിക്കും അവകാശം ലഭിക്കുക. ആളേറിയ ഗോത്രത്തിനും ആൾ കുറഞ്ഞ ഗോത്രത്തിനും അവകാശം നറുക്കിട്ട് ഭാഗിക്കണം. ലേവി ഗോത്രത്തിൽ ഗർഷോൻ, കോഹാത്ത്, മെരാരി എന്നിവരുടെ കുലങ്ങൾ. ലിബ്നി, ഹെബ്രോൻ, മഹ്ലി, മൂഷി, കോരഹ് എന്നിവരുടെ കുലങ്ങളും ലേവി ഗോത്രത്തിൽ ഉൾപ്പെടുന്നു. കോഹാത്ത് അമ്രാമിൻ്റെ പിതാവാണ്. യോക്കെബേദ് ആയിരുന്നു അമ്രാമിൻ്റെ ഭാര്യ. ലേവിക്ക് ഈജിപ്തിൽ വെച്ച് ജനിച്ച മകളാണവൾ. ഇവളിൽ അമ്രാമിന് അഹ്റോനും മോശയും അവളുടെ സഹോദരി മിരിയാമും ജനിച്ചു. അഹ്റോൻ്റെ പുത്രന്മാരാണ് നാദാബ്, അബീഹു, എലിയാസാർ, ഇത്താമർ എന്നിവർ. നാദാബും അബീഹുവും കർത്താവിന് മുമ്പിൽ അവിശുദ്ധമായ അഗ്നി അർപ്പിച്ചപ്പോൾ മരിച്ചുപോയി. ലേവി ഗോത്രത്തിൽ 1 മാസവും അതിൽ കൂടുതലും പ്രായമുള്ള പുരുഷ സന്തതികളുടെ സംഖ്യ 23,000 ആയിരുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ അവർക്ക് അവകാശം കൊടുക്കാതിരിക്കുന്നത് കൊണ്ട് അവരെ ആ കൂട്ടത്തിൽ എണ്ണിയില്ല. ജെറിക്കോയുടെ എതിർവശത്ത് ജോർദാനരികെയുള്ള മോവാബ് സമതലത്തിൽ വെച്ച് മോശയും പുരോഹിതനായ എലിയാസറും കൂടി ഇസ്രായേൽ ജനത്തിൻ്റെ കണക്കെടുത്തപ്പോൾ ഇവരെയാണ് എണ്ണിയത്. എന്നാൽ മോശയും പുരോഹിതൻ അഹ്റോനും കൂടി സീനായ് മരുഭൂമിയിൽ വെച്ച് എടുത്ത ഇസ്രായേൽ ജനത്തിൻ്റെ കണക്കിൽ പെട്ടവരാരും ഇക്കൂട്ടത്തിൽ ഇല്ലായിരുന്നു. കാരണം അവർ മരുഭൂമിയിൽ വെച്ച് മരിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തിരുന്നു. യഫുന്നയുടെ മകൻ കാലേബും നൂനിൻ്റെ മകൻ ജോഷയും ഒഴികെ അവരിലാരും അവശേഷിച്ചില്ല. സംഖ്യയുടെ പുസ്തകത്തിനുള്ള വായന 27-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. പുത്രിമാരുടെ അവകാശം. ജോസഫിൻ്റെ മകൻ മനസ്സെ, അവൻ്റെ മകൻ മാഖീർ ഗിലെയാദിൻ്റെയും ഗിലെയാദ് ഹെഫേറിൻ്റെയും പിതാക്കന്മാർ. ഹെഫേറിൻ്റെ മകൻ സെലോഫഹാത്ത്, അവൻ്റെ പുത്രിമാരായ മഹ്ല, നോവ, ഹോഗ്ല, മിൽക്ക, തിർസ എന്നിവർ മുന്നോട്ട് വന്നു. അവർ സമാഗമ കൂടാര വാതിൽക്കൽ മോശയുടെയും പുരോഹിതൻ എലിയാസറിൻ്റെയും ജനപ്രമാണികളുടെയും സമൂഹം മുഴുവൻ്റെയും മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ പിതാവ് മരുഭൂമിയിൽ വെച്ച് മരിച്ചു. അവൻ കോരഹിനോടൊത്ത് കർത്താവിനെതിരായി ഒന്നിച്ചവരുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. സ്വന്തം പാപം നിമിത്തമാണ് അവൻ മരിച്ചത്. അവന് പുത്രന്മാരില്ലായിരുന്നു. പുത്രനില്ലാത്തതിനാൽ ഞങ്ങളുടെ പിതാവിൻ്റെ നാമം ഇസ്രായേലിൽ നിർമൂലമായി പോകുന്നതെന്തിന്? അവൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്കും അവകാശം നൽകുക. മോശ അവരുടെ കാര്യം കർത്താവിൻ്റെ സന്നിധിയിൽ ഉണർത്തിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, സെലോഫഹാദിൻ്റെ പുത്രിമാർ പറയുന്നത് ശരിയാണ്. അവരുടെ പിതൃസഹോദരന്മാരുടെ ഇടയിൽ ഓരോഹരി അവർക്കും നൽകണം. അങ്ങനെ അവരുടെ പിതാവിൻ്റെ അവകാശം അവർക്ക് ലഭിക്കട്ടെ. നീ ഇസ്രായേലരോട് ഇപ്രകാരം പറയണം, ആരെങ്കിലും പുത്രനില്ലാതെ മരിച്ചാൽ അവകാശം പുത്രിക്ക് കൊടുക്കണം. പുത്രിയുമില്ലെങ്കിൽ അവകാശം സഹോദരന്മാർക്ക് കൊടുക്കണം. സഹോദരന്മാരുമില്ലെങ്കിൽ പിതൃസഹോദരങ്ങൾക്ക് കൊടുക്കണം. പിതൃസഹോദരന്മാരുമില്ലെങ്കിൽ നിങ്ങൾ അവൻ്റെ അവകാശം അവൻ്റെ കുടുംബത്തിൽ ഏറ്റവും അടുത്ത ബന്ധുവിന് കൊടുക്കണം. കർത്താവ് മോശയ്ക്ക് നൽകിയ ഈ കൽപ്പന ഇസ്രായേൽ ജനത്തിന് നിയമവും ചട്ടവുമായിരിക്കും. ജോഷ മോശയുടെ പിൻഗാമി. അനന്തരം കർത്താവ് മോശയോട് അരുളി ചെയ്തു,
അബാരി മലയിൽ കയറി ഞാൻ ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരിക്കുന്ന ദേശം കാണുക. ഇത് കണ്ടു കഴിയുമ്പോൾ നീയും നിന്റെ സഹോദരൻ അഹ്റോനെ പോലെ പിതാക്കന്മാരോട് ചേരും. സീൻ മരുഭൂമിയിൽ കാദേശിലെ മെരിബ ജലാശയത്തിനടുത്ത് വെച്ച് ജനം കലഹമുണ്ടാക്കിയപ്പോൾ അവരുടെ മുമ്പിൽ എൻ്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം നൽകാതെ നീ എൻ്റെ കൽപ്പന ലംഘിച്ചു. മോശ കർത്താവിനോട് അപേക്ഷിച്ചു. അവിടുത്തെ ജനം ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ആയി പോകാതെ എല്ലാ കാര്യങ്ങളിലും അവരെ നയിക്കാൻ സകല ജീവൻ്റെയും ദൈവമായ കർത്താവ് ഒരാളെ സമൂഹത്തിൻ്റെ മേൽ നിയമിക്കാൻ തിരുവുളമാകട്ടെ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നൂനിൻ്റെ മകനും ആത്മാവ് കുടികൊള്ളുന്നവനുമായ ജോഷയെ വിളിച്ച് അവൻ്റെ മേൽ നിന്റെ കൈവയ്ക്കുക. പുരോഹിതനായ എലിയാസറിൻ്റെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ നിർത്തി അവർ കാണുകെ നീ അവനെ നിയോഗിക്കുക. ഇസ്രായേൽ ജനം അവന് അനുസരിക്കേണ്ടതിന് നിന്റെ അധികാരം അവന് നൽകുക. അവൻ പുരോഹിതനായ എലിയാസറിൻ്റെ മുമ്പിൽ നിൽക്കണം. എലിയാസർ അവനു വേണ്ടി ഊരീം വഴി കർത്താവിൻ്റെ തീരുമാനം അന്വേഷിച്ചറിയണം. ഇസ്രായേൽ ജനം എല്ലാ കാര്യങ്ങളിലും ജോഷയുടെ നേതൃത്വത്തിന് വഴങ്ങണം. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ പ്രവർത്തിച്ചു. അവൻ ജോഷയെ വിളിച്ച് പുരോഹിതനായ എലിയാസറിൻ്റെയും സമൂഹത്തിൻ്റെയും മുമ്പാകെ നിർത്തി അവൻ്റെ മേൽ കൈവച്ച് കർത്താവ് കൽപ്പിച്ചതുപോലെ അവനെ നിയോഗിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി.